ലക്ഷം കോടി രൂപയുടെ വൈരങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മോഷ്ടിച്ചത് ആരാന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കള്ളനെ കുറിച്ച് ഒരു ചെറിയ വിവരം ലഭിച്ചിട്ടുണ്ട്. ഗട്ടുപട്ടു സെക്യൂരിറ്റി ഏജൻസിയുടെ ഗാർഡായ ഗജാഞ്ചി ലാലിനും ഈ മോഷണത്തിനും ബന്ധമുള്ളതായി സംശയിക്കപ്പെടുന്നു. സത്യാവസ്ഥ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഹലോ ഹലോ, ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? സബ്ജി നോക്കൂ, നിങ്ങൾ പോയിക്കോളൂ, ഇവിടെ ആരുമില്ല. എന്നെ വിളിച്ചത് പോലും അവര് മറന്നുപോയി. സബ്ജി, ഒരു കാര്യം അറിയോ? എന്നെ അകത്തുനിന്ന് വിളിച്ചത് പോലും അവര് മറന്നുപോയി. അതെ, എനിക്ക് തോന്നുന്നത് ഇവന് വീണ്ടും വട്ട് തുടങ്ങി എന്നാണ്. ചിലപ്പോ മെമ്മറി ലോസ് ആയതായിരിക്കും. ഇവന്റെ തല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിപ്പിച്ചില്ലെങ്കിൽ മെമ്മറി ലോസ് മാറില്ലെന്ന്. ഒരു കാര്യം ചെയ്യ്, ഡോറ് തുറക്ക്. ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് കഴിക്കട്ടെ. എന്തുവാണ് ഇത്? ഈ ബട്ടുവിന്റെ സിക്സ്ത് സെൻസേ ഇവിടെ എന്തോ പ്രശ്നമുള്ളതായിട്ട് പറയുന്നുണ്ടല്ലോ. ടിങ് ടോങ്, ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലേ? ഓ, നിന്റെ ഓർമ്മയൊന്ന് തിരിച്ചെടുക്കാൻ നോക്ക്. എന്താ ഈ കുത്തുന്നത്? വന്ന് നിർത്തിയടാ. നിങ്ങൾ എന്തുട്ടായി കാണിക്കണേ? നിർത്തടാ, അടി പിടിക്കില്ലടാ. സാബ്ജി, നിങ്ങൾ വന്നോ? അല്ല, ഇതെന്താ ഇത്രയും സാധനങ്ങളെ താഴെ വീണ് കിടക്കുന്നത്? ഞാൻ എത്ര ബുദ്ധിമുട്ടിയാ ഇതൊക്കെ വൃത്തിയാക്കി വെച്ചത്. ഇതിപ്പോ കൊലായി. ടിങ് ടോങ്ങെ, സോറി ഉണ്ട് കേട്ടോ. ഞങ്ങളാണ് ഇവിടെ അലങ്കോലമാക്കിയത്. നീ പൊക്കോ, ഞങ്ങൾ ഇതൊക്കെ അടുക്കി വെച്ചോളാം. ജ്വല്ലറി ഉടമ ഗാർഡായ ഗജാഞ്ചി ലാലാണ് മോഷ്ടിച്ചതെന്ന് പറയുന്നു. പോലീസ് അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത്? കണ്ടില്ലേ, ആ ഖജാഞ്ചി ലാലിനെ മോഷ്ടിച്ചിരിക്കുന്നത്? ആരെങ്കിലും കണ്ടാ പറയാ ആള് കള്ളനാണെന്ന്. ഗജാഞ്ചി ലാൽ എവിടെ പോയെന്ന് അറിയില്ല. ബോസിനിപ്പോ ഭയങ്കര ദേഷ്യായിരിക്കും. ഓ, 1 കോടി രൂപയുടെ വൈരങ്ങൾ എടുത്തോണ്ട് അവൻ എങ്ങോട്ടാ പോയെന്ന് നിനക്ക് അറിയത്തില്ല അല്ലേ? ബോസ്, ഞങ്ങള് മോഷ്ടിച്ചത് അവിടെ അലാറം അടിച്ചു ബോസ്. ഞങ്ങള് പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറപ്പെട്ടു. അപ്പൊ ഒരു ചെറിയ ആക്സിഡന്റ് ആയി ബോസ്. ഗജാഞ്ചിയുടെ തലയിൽ ചെറിയ അടിയാ കൊണ്ടത്. അവനെല്ലാം മറന്നുപോയി ബോസ്. അവനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചു. അവൻ അവിടുന്ന് ഓടാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ അവനെ പിടിക്കാൻ ശ്രമിച്ചു ബോസേ. അവൻ വേഗത്തിൽ ഓടി നമ്മുടെ ഓഫീസിന്റെ അടുത്ത് വരെ വന്നു. പിന്നെ അവനെ കണ്ടില്ല. അതിനുശേഷം അവനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നാ വേഗം പോയി അവനെ കണ്ടുപിടിച്ച് എന്റെ വൈരങ്ങൾ തിരിച്ചെടുത്തോണ്ട് വാ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. ഈ ഷേർ സിംഗിന്റെ കയ്യിൽ കിട്ടുന്നവന്റെ സ്ഥിതി മോശമായിരിക്കും. അപ്പോ കയ്യിൽ കിട്ടിയില്ലെങ്കിലോ? കാട്ടിലെ രാജാവായ സിംഹം സംസാരിക്കുമ്പോ എലികളൊക്കെ മിണ്ടാതിരിക്കണം. ചിലപ്പോൾ അവൻ വൈരങ്ങൾ എടുത്തോണ്ട് ഗട്ടു ബട്ടുന്റെ അടുത്തേക്ക് പോയിരിക്കാം. എന്നാലും കുഴപ്പമില്ല, ഞാൻ ആ ഗട്ടു ബട്ടുനെ കൈകാര്യം ചെയ്തോളാം. അപ്പോഴാണ് ഈ ഷേർ സിംഗ് ആരാ എന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്റെ കോട്ടെവിടെ?
ടിങ് ടോങ്, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഖജാൻജി ലാലിന് ഒന്നും ഓർമ്മയില്ലെന്ന്. പുള്ളിക്കാരന് സ്വന്തം പേര് പോലും ഓർമ്മയില്ല. അല്ല, നിങ്ങള് എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? സാജി, അത് ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയതായിരുന്നു. കണ്ടപ്പോ പാവം തോന്നി, അതുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. ഇതില് ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. ഈ ബട്ടു ഉണ്ടല്ലോ, നമ്മളെല്ലാം സോൾവ് ചെയ്യും. ശരി, ഞാനൊരു കാര്യം പറയാം. ഇവനെ എവിടെ വെച്ചാ കണ്ടത്? ബസാറിൽ വെച്ചല്ലേ? ഇയാളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ വയറുണ്ടായിരുന്നു. ആർക്കൊന്നും ഓർമ്മയില്ലാത്തോണ്ട് ഈ അടിച്ചു മാറ്റി അല്ലെ? അങ്ങനെ മൊത്തം വയറും നീ നിന്റെ കീശയിലാക്കി. അതല്ലേ സത്യം? സത്യം പറയടാ, പറയണ സത്യം. ഗട്ടോ സാബ്ജി, കണ്ടില്ലേ എന്നെ തന്നെ കള്ളനാണെന്ന് സംശയിക്കുന്നത്? ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, സത്യം മാത്രമാണ്. എന്റെ കയ്യിൽ വൈരമൊന്നുമില്ല. മാർക്കറ്റിൽ ഇവനെ കണ്ടപ്പോ പാവം തോന്നിയപ്പോ കൂട്ടിക്കൊണ്ടു പോന്നതാ. ബട്ടു, ഈ ലോക്കറ്റ് ഇയാളുടെ കഴുത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ബട്ടു, ഈ ലോക്കറ്റ് ആണ് നമ്മുടെ ആദ്യത്തെ ക്ലൂ. കണ്ടില്ലേ? ഈ ബട്ടുവിന്റെ കൂടെ ചേർന്ന് നിനക്കും ബുദ്ധി വെച്ച് തുടങ്ങിയല്ലേ? അതൊക്കെ പോട്ടെ, ഇതിലൊരു എരുമയുടെ ചിത്രം ഉണ്ടല്ലോ. ഏയ്, ഒന്ന് നിന്നേ, ഇത് ഞാൻ എവിടെയാ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. മോനെ എന്റെ വീട്ടേക്ക് ഞാനിത് സോൾവ് ചെയ്തോളാം. ഇപ്പൊ ആരാ വന്നിരിക്കുന്നേ? വേഗം വേഗം കൊണ്ടുപോവാ, ഇങ്ങനെ ഇവിടെ ഒളിപ്പിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് ഷേർ സിംഗ് എന്നാണ്. അതിനെന്താ? ഓ, നീങ്ങി നിക്ക്. ഖജാൻജി എവിടെ? ആ ഖജാൻജി എവിടെ? അവൻ എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ. പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ അറിയാം ഈ ഷേർ സിംഗിന്. ഊമയാണെങ്കിൽ എങ്ങനെ പറയും ബോസ്? ഒന്ന് വായടക്കടാ. കാട്ടിലെ രാജാവ് സംസാരിക്കുമ്പോൾ എലികൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഗട്ടു ബട്ടു ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മര്യാദയ്ക്ക് അവൻ എവിടെയാ ഉള്ളതെന്ന് എന്നോട് പറഞ്ഞോ. അല്ലെങ്കിൽ ഈ ഷേർ സിംഗിന്റെ തനി രൂപം നിങ്ങൾ... ടിങ് ടോങ്, ആ കസേര എടുത്ത സ്ഥലത്ത് തന്നെ വെക്ക്. ഒന്ന് ഞാൻ 3 വരെ എണ്ണുമ്പോഴേക്കും അവൻ എന്റെ അടുത്തേക്ക് വന്നിരിക്കണം. അവന്റെ പേര് ഖജാൻജി എന്നാണ്. അവൻ നിസാരക്കാരനല്ല. എന്റെ അടുത്തുനിന്ന് തന്നെ അവൻ മോഷ്ടിച്ചിരിക്കുന്നു. ഞാൻ 3 വരെ എണ്ണുമ്പോഴേക്കും അവൻ ഇവിടെ വരണം. അയാൾ എണ്ണി തീരുന്നവരെ നീ എന്താ വെയിറ്റ് ചെയ്യാൻ പോണ? പോയി വല്ല പണിയും നോക്കടാ. 3. ഇവിടെ എന്താണ് നടക്കുന്നത്? എന്താണ് നടക്കുന്നത്? ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങൾ കൊച്ചു പിള്ളേരെ പോലെ എന്നെ ഇട്ട് കളിപ്പിക്കുകയാണോ? എന്നെ കണ്ടാൽ നിനക്ക് കോമഡിയനെ പോലെ തോന്നുന്നുണ്ടോ? എന്നെ നീ കളിപ്പിക്കുകയാണല്ലേ? ഞാനിവിടുന്ന് പോകുന്നതിന് മുൻപ് ഒരു കാര്യം. ആ കാജിലാലെ നിങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അതല്ലാതെ വേറെന്തെങ്കിലും കുരുട്ടുബുദ്ധി ആലോചിച്ചാൽ... ഷേർ സിംഗേ, ഞങ്ങള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നോ അതോ ഞങ്ങള് ഫാൻ ഓൺ ചെയ്യാൻ പറയണോ? ടിങ് ടോങ്ങേ, ആ ഫാൻ ഒന്ന് ഓൺ ചെയ്യേ. ഈ ഷേർ സിംഗിനെ പേടിപ്പിച്ച് ഓടിപ്പിക്കാമെന്ന് ആരും കരുതണ്ട. ബട്ടുവേ, ഇവിടെ എന്തിട്ടോ പ്രശ്നമുള്ളതുപോലെ എന്റെ 6th സെൻസ് പറയുന്നു. ഈ ലോക്കറ്റിൽ കാണുന്ന എരുമ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ ഫീലിങ്സ് സ്ട്രോങ് ആണ്. ഇഷ്ടം ഇവിടെ എന്തോ ഒരു അപകടം കാത്തിരിപ്പുണ്ട്. എന്തുട്ടാണെന്ന് ഒരു പിടിയില്ല. ബട്ടു, അപകടം നിന്റെ പുറകിൽ തന്നെ ഉണ്ട്. നീ എന്തുപാടാ ഈ പറയുന്നേ? അപകടം ഒരിക്കലും ഈ ബട്ടുവിന്റെ പിന്നാലെ വരില്ല. നീ ഈ ബട്ടു അപകടത്തിന്റെ പുറകെ എപ്പോഴും പോവാ. വെറുതെ നിന്ന് ഡയലോഗ് അടിക്കാതെ തിരിഞ്ഞു നോക്ക്. എന്റെ അമ്മോ, ഡയലോഗ് തല തിരിഞ്ഞല്ല മാഷേ. എടാ ബട്ടുവേ,
Hey! വേഗം വാ വേഗം വാ ഖജാൻജി ലാലിനെ നമുക്കിപ്പോ പൊക്കാം. എന്റെ അടുത്തേക്ക് വരലേ, അവിടെ തന്നെ നിൽക്ക്. ആരോടാ കളിക്കുന്നതെന്ന് അറിയാതെയാണ് നീ കളിക്കുന്നത്. ഞാൻ ആരാന്ന് അറിഞ്ഞാൽ നീ പേടിച്ച് വരയ്ക്കും. ഞാൻ ഷേർ സിംഗ് ആണ്. കണ്ടില്ലേ, നീ പേടിച്ചു. നീ പേടിച്ച് വരയ്ക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. എനിക്ക് ദേഷ്യം വന്നാൽ എന്റെ ശരീരം ചുട്ടു പൊള്ളുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ദേഷ്യം കൂടുതലായി എന്ന് തോന്നുന്നു. കാരണം ചൂട് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പോലും കഴിയുന്നില്ല. ബോസിന്റെ അടിയിൽ നിന്ന് കറുത്ത കാറ്റ് മുകളിലേക്ക് വീശുന്നുണ്ടല്ലോ. മണ്ടത്തരം വിളിച്ച് പറയല്ലടാ. കാറ്റ് എപ്പോഴും വളർത്തുന്ന ഇടത്തേക്കും ഇടത്തുനിന്ന് വളത്തേക്കും വീശുന്നതായിരിക്കും. മുന്നിൽ നിന്ന് പിന്നോട്ടും പിന്നിൽ നിന്ന് മുന്നോട്ടും വീശും. പക്ഷെ ഒരു കാലത്തും കാറ്റ് മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും വീശില്ല. അതാദ്യം മനസ്സിലാക്ക്. ഖജാൻജി ലാൽ കേറിയിരിക്ക്. വണ്ടി എടുക്ക്. ആ എരുമനെ എവിടെ കണ്ടെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. ആ എരുമേനെ ഞാൻ ഇവിടെ വെച്ച് തന്നെയാണ് കണ്ടത്. ഗജാൻജി ലാലെ, ഈ അമ്പലൊന്ന് ചുറ്റിനും നോക്കണേ, നല്ലോണം നോക്ക്. നിങ്ങൾക്ക് ആ ലോക്കറ്റ് ഇവിടെ വെച്ചാണോ കിട്ടിയത്? ഓർമ്മ വന്നു, എനിക്കിപ്പോഴെല്ലാം ഓർമ്മ വന്നു. പറയാം, എല്ലാം പറയാം. ഞങ്ങള് കടയിൽ നിന്ന് മോട്ടിച്ചോണ്ട് വരുമ്പോ പോലീസ് ഞങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കാറ് പെട്ടെന്ന് ആക്സിഡന്റ് ആയി. അതിനുശേഷം ഞാൻ ഈ അമ്പലത്തിലേക്കാ ഓടി കയറിയത്. അപ്പോഴാണ് ഈ ലോക്കറ്റ് എന്റെ കഴുത്തിലേക്ക് വീണത്. തിരിഞ്ഞു നോക്കിയപ്പോ ഷേർ സിംഗിന്റെ ഗുണ്ടകൾ എന്റെ പുറകിലുണ്ടായിരുന്നു. പിന്നെ അവരെടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറി. ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഷേർ സിംഗ് എനിക്ക് 10 കോടി തരാമെന്നാ വാഗ്ദാനം ചെയ്തത്. അവന്റെ പഞ്ചാര വാക്കിൽ ഞാൻ വീണ് പോയതാണ്. എന്നോട് ക്ഷമിക്കണേ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ. ഇനി ഞാൻ ഒരിക്കലും ഇതുപോലെ തെറ്റ് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ആ മതി താനിങ്ങനെ കരയാതോ. ഈ ബട്ടൂനത് അൺസഹിക്കബിൾ ആണ്. തന്നെ ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചിരിക്കണം. താൻ വേണമെങ്കിൽ പോയിക്കോ. ഇനി ഇതുപോലൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ സാറന്മാരെ, താങ്ക് യു. ബട്ടു, ഇയാളെ എങ്ങോട്ടാ അയക്കുന്നത്? കോടികൾ വിലമതിക്കുന്ന വൈരം ഇതുവരെ കൈ കെട്ടിട്ടില്ല. ഖജാൻജി, ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ആലോചിച്ചു പറ, ആ വൈരം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന്. നിങ്ങൾ അവസാനമായിട്ട് എവിടെയാണ് പോയത്? ഞങ്ങളെ ആ സ്ഥലത്തൊന്ന് കൊണ്ടുപോ പ്ലീസ്. എന്തുട്ടത്? ബട്ടുവിന്റെ 6th സെൻസിൽ എന്തിട്ടോ ഇഴയുന്ന പോലെ ഉണ്ടല്ലേ. ബട്ടു, നിക്ക് അവിടെ തന്നെ നിക്ക്. നീ പേടിക്കേണ്ട കാര്യമില്ല. അനങ്ങാതെ നിക്കണേ. നിനക്ക് എന്തിട്ടാ പ്രശ്നം? നീ എന്തിനാ പേടിക്കുന്നേ? ഡോണ്ട് വെരി ബി ഹാപ്പി. എന്റെ ഇഷ്ടമായി ബട്ടുണ്ടല്ലേ കൂടെ. ഈ ഞാനുള്ളപ്പോ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും. ചേട്ടാ, ഞാൻ അത്രയ്ക്ക് സ്മാർട്ട് ആണെന്നേ. എന്തിട്ടാണ്
എന്തിനാടാ ഇങ്ങനെ എന്റെ മോന്ത തന്നെ നോക്കുന്നത്? പോയ ഖജാൻജി എവിടെയാന്ന് അന്വേഷിക്കേ. പോടാ, പോവാനല്ലേ പറഞ്ഞ. ദേ ഇവിടെ ഞാൻ ഈ ഹോളിലേക്ക് നേരെ ഓടിക്കയറിയത്. അപ്പോഴിവിടെ എന്തോ ഒന്ന് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിലേക്കാണ് ആ വൈരം തൂക്കിയിട്ടതെന്നാ എന്റെ ഓർമ്മ. അതിനുശേഷം ശരിക്കങ്ങടെ ഓർമ്മ വരുന്നില്ലെന്നേ. ഓ, എന്നെ കണ്ട് പേടിച്ച് ഇവനെ ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നോ? വെറുതെ അല്ല എല്ലാരും എന്നെ ക്രൂരനായ ഷേർ സിംഗ് എന്ന് വിളിക്കുന്നത്. ഈ പേടി എപ്പോഴും ഉണ്ടാവണം. ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇവനെ പിടിച്ച് സത്യങ്ങൾ ചോദിച്ചറിയൂ. നന്ദിയുണ്ട് ഷേർസിംഗെ, നന്ദിയുണ്ട്. വൈരം നിങ്ങളാണല്ലേ സൂക്ഷിച്ചു വെച്ചിരുന്നത്? ഖജാൻജി പോലീസിൽ നിന്നും രക്ഷപ്പെട്ടാണ് ഇവിടെ വന്നിരുന്നത്. നിങ്ങളുടെ കോട്ട് കണ്ടപ്പോൾ അയാൾ ഇത് ഒളിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നിങ്ങളുടെ കോട്ടിന്റെ പോക്കറ്റിൽ ഈ വൈരക്കല്ലുകൾ വന്നത്. അതിനുശേഷം തലയ്ക്ക് അടി കിട്ടിയപ്പോൾ ഇദ്ദേഹം എല്ലാം മറന്നും പോയി. വൈരം എന്റെ കോട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? പല കോടി വിലയുള്ള വൈരങ്ങൾ എന്റെ കോട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ ഞാൻ പുറത്ത് അന്വേഷിച്ചത്? എന്തിനാണ് എന്റെ മോന്ത തന്നെ നോക്കുന്നേ? അവനെ പിടിക്കടാ. നിൽക്ക്. ഇന്നാ പിടിച്ചോ. ആദ്യം വിറ്റാമിൻ എ കഴിക്കുക, എന്നിട്ട് ഇടികൊള്ളാവുന്നേ. അങ്ങനെ തന്നെ നിക്ക്. നിങ്ങളെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല, ഞാനിവിടെ ഇല്ലേ. ആ പിന്നെ ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ. ഫൈറ്റ് ചെയ്യടാ, ഫൈറ്റ്, ഫൈറ്റ്. എന്നോട് നിങ്ങൾ വെറുതെ കളിക്കാൻ ശ്രമിക്കണ്ട. An apple a day keeps a doctor away. ഇന്നാ പിടിച്ചോ വിറ്റാമിൻ സി. എന്നിട്ടത് വീണ്ടും സിക്സ് സെൻസിൽ എന്തോ പ്രശ്നം എന്ന പോലെ കാണിക്കുന്നത്. കണ്ടില്ലേ എന്റെ ദേശത്തിന്റെ അഗ്നി, എന്റെ ശത്രുക്കൾ എല്ലാരെയും ചുട്ടി എരിക്കുന്നത്. പുറകിലോട്ട് നോക്ക്, പുറകിലോട്ട്. എന്നെ രക്ഷിക്കൂ, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ. എന്തെങ്കിലും ചെയ്യടാ. എടാ എന്താ നീ ചെയ്തത്? ഫാൻ ഒന്ന് ഓഫ് ആക്ക്. ഷേർസിംഗേ, ഇനി പോലീസ് വരുന്നത് വരെ അവിടെ തന്നെ നിക്ക്. എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിക്കഴിഞ്ഞു. ഇതാർക്കാണോ സ്വന്തം അവർക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാണ്. പോലീസോ? ഗട്ടുവിന്റെ ബുദ്ധിയും ബട്ടുവിന്റെ സാമർഥ്യവും ഒരുമിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും.